കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഈ സന്ധ്യാവേളയെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഈ സന്ധ്യാവേളയെങ്കിൽ നമ്മോടൊത്ത് പഞ്ചാബിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ്മോൻ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ തക്ക സമയത്ത് തന്നെ നമ്മോടൊത്ത് ജോയിൻ ചെയ്തു. ഇന്ന് രാത്രി വേളയെങ്കിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ നാമം അങ്ങയുടെ ദാസനിലൂടെ വെളിപ്പെടുമാറാകണമേ. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും വർണ്ണിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ഹൃദയത്തിൽ വളരെ സന്തോഷവും ആത്മീയ വർധനവും കർത്താവിങ്കിലേക്ക് അടുക്കുന്നതും ആയി തീരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനെ കുടുംബമായി അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. കർത്താവെ, ആ ദേശത്ത് അങ്ങ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വേലകൾക്കായിട്ടും സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം, തലമുറകളെ മാനിക്കണം, ദൈവകൃപയാൽ നിറച്ചനുഗ്രഹിക്കണം. ആദ്യോടന്തം ഞങ്ങളോട് കൂടെ ഇരിക്കണം. കർത്താവെ, ഞങ്ങളുടെ നെറ്റ് സിസ്റ്റം എല്ലാം അനുഗ്രഹമാക്കണമേ. ഒന്നിനും ഒരു തടസ്സങ്ങൾ നേരിടുവാൻ അനുവദിക്കരുതേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. പ്രിയ പ്രേക്ഷകരോടായിട്ട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഈ അനുഗ്രഹീതമായ സാക്ഷ്യം കേൾക്കുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന പാസ്റ്റർക്ക് ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തിയുടെ സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഈ രാത്രികാലം കർത്താവ് നടത്തിയ വിധങ്ങളെ നമുക്ക് എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. കർത്താവ് ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ എത്ര വലിയതല്ലേ. ഈ ദിവസം നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനർഹമായ നന്മകൾ, അനുഗ്രഹങ്ങൾ എത്രമാത്രം കർത്താവ് നൽകി തന്നു. ഈ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല, അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. ആകയാൽ ഈ രാത്രികാലം കർത്താവിന്റെ ദാസന്റെ ബാല്യകാല സ്മരണകളെ, കർത്താവ് നടത്തിയ വിധങ്ങൾ, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിധങ്ങൾ, കർത്തൃവേലയിൽ ആയിത്തീരുവാനുള്ള കാരണങ്ങൾ, വേലയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പലവിധമാകുന്ന പ്രതികൂലങ്ങൾ, അതിന്റെയൊക്കെ നടുവിൽ കർത്താവ് നടത്തിയ വിധങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിനും അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വർധനവിനും കാരണമാകേണ്ടതിനായിട്ട് കർത്താവിന്റെ ദാസനെ സാക്ഷ്യത്തിനായിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജോയ്മോൻ. ഞാൻ പഞ്ചാബിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പഞ്ചാബിൽ ചണ്ഡീഗഡിനടുത്തായിട്ട് മൊഹാലി ഡിസ്ട്രിക്റ്റിൽ കുറാളി എന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷമായി കർത്താവിന്റെ വേലിയുടെ മുഖത്തായിരിക്കുന്നു. എനിക്ക് ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് റീത്ത ജോയി. 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. മൂത്ത മകന്റെ പേര് എബ്ബേസ് ജോയി, രണ്ടാമത്തെ മകന്റെ പേര് എഡ്വിൻ ജോയി. ദൈവകൃപയാൽ ഇന്നയോളം ഞങ്ങളെ ദൈവം നടത്തി വരുന്നു. കഴിഞ്ഞ 1995 മുതൽ ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. പ്രത്യേകാല ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എനിക്ക് ജനിച്ച് വളർത്തപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്തു. എൻ്റെ ഭവനത്തില് പപ്പയും അമ്മയും 2 മൂത്ത സഹോദരങ്ങളുമുണ്ട്. ബാല്യപ്രായത്തിൽ തന്നെ ദൈവവചനം അഭ്യസിക്കുവാൻ, സൺഡേ സ്കൂൾ പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ സഹായിച്ചത്. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടു സഹോദരങ്ങൾ ഇപ്രകാരം എന്നോട് ചോദിക്കുമായിരുന്നു, മുന്നോട്ടുള്ള നിന്റെ ജീവിതം എന്താണ്, നിനക്ക് എന്താണ് ആഗ്രഹം, ഇത് ചോദിക്കുമായിരുന്നു. എന്നാൽ ഞാന് ഇപ്രകാരം അവരോട് പറയുമായിരുന്നു, ഞാൻ ഡൽഹിയിൽ പോകും എന്ന് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ പറയുമായിരുന്നു.
എന്നാൽ എനിക്ക് അറിയത്തില്ല ഡൽഹി എവിടെയാണെന്നോ ഡൽഹിയിലെ ഭാഷ എന്താണെന്നോ എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ് കുഞ്ഞു പ്രായത്തിലെ എൻ്റെ ഒരു ഹൃദയത്തിലെ ആഗ്രഹം. അങ്ങനെ കുഞ്ഞു പ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രസംഗിക്കുവാനും ഒക്കെ ഞാൻ വലിയ താല്പര്യപ്പെടുമായിരുന്നു. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തില് ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് ശുശ്രൂഷയോട് അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ 1996 മുതൽ ദൈവവചനം പഠിക്കുവാൻ ഒരു ബൈബിൾ കോളേജിൽ കടന്നു ചെന്ന് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. നാട്ടിൽ പെരിങ്കടവിള എന്ന സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് 3 വർഷക്കാലം ദൈവവചനം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 97 മുതൽ ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിൽ കടന്നു വന്ന് 3 വർഷം ദൈവവചനം പഠിച്ചു. എനിക്ക് 2000-ൽ എനിക്ക് ഗ്രാജുവേഷൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ഞാൻ തുടക്കത്തിലെ ഇപ്രകാരം പറയുവാനിടയായി ഡൽഹിയിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. എന്നാൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ 1997-ൽ അത് എൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കി തന്നു. അതെന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി. എൻ്റെ ഭവനത്തിൽ ഞാൻ ആണ് ആദ്യമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഇറങ്ങിത്തിരിക്കുമ്പോൾ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വെക്കേഷൻ സമയങ്ങളില് ഞാൻ ഭവനത്തിൽ വരുമ്പോൾ ചെറിയ ചെറിയ പണി കാര്യാദികൾക്കൊക്കെ പോകുമായിരുന്നു. നമ്മുടെ മേസ്തിരിയോട് കൂടെ കയ്യാളായിട്ടും ഒക്കെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. എന്നാൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവദാസൻ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലഞ്ച് തരുവാനിടയായി. നോർത്ത് ഇന്ത്യയിൽ അനേക ഇടങ്ങളിൽ ദൈവനാമത്തെ അറിയാതെ, ദൈവത്തെ അറിയാതെ, യേശു ആരെന്നറിയാതെ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ മധ്യത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്ന് ഒരു ചോദ്യം ചോദിക്കുവാനിടയായി. എന്നാൽ എൻ്റെ കുഞ്ഞു പ്രായമാണ്, വലിയ പ്രായം അന്ന് എനിക്കില്ല. എങ്കിലും ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം പഠിച്ചതായ ഏകദേശം സഹോദരന്മാരും അന്ന് സമർപ്പിക്കുവാനിടയായി. എന്നാൽ അവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്നു. എങ്കിലും അവർ മടങ്ങിപ്പോയി. എന്നാൽ കർത്താവ് എന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി കാണുവാനിടയായി. അങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനിടയായി തീർന്നത്. എന്നാൽ കർത്താവിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ കഴുത്ത് അറുത്തു മാറ്റണമെങ്കിൽ അറുത്തു മാറ്റിയാലും നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണമെന്ന് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എന്നാൽ 2000-ൽ ഗ്രേസ് ബൈബിൾ കോളേജിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ചു നാള് ഡൽഹിയിൽ ദൈവവേല ചെയ്യുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് മടങ്ങി ഭവനത്തിലേക്ക് പിന്നും കടന്നുപോയി 4-5 മാസക്കാലം ഭവനത്തിലും മാതാപിതാക്കളോടൊപ്പം ആയിരുന്നു. ഞാൻ ദൈവവചനം പഠിച്ചു. കാര്യങ്ങൾ ശരിയാണ്. എങ്കിലും പിന്നെയും ജോലിക്ക് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലിക്ക് വേണ്ടി കടന്നുപോയി. എന്നാൽ ആ സമയത്ത് നമ്മുടെ സതേൺ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ
അവിടെ നിന്ന് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ദൈവദാസന്മാരെ അയക്കുന്നു എന്ന് എനിക്ക് കേൾക്കുവാനിടയായി. ആ സമയത്ത് അവിടെ കടന്നു ചെല്ലുവാനും അപേക്ഷ കൊടുക്കുവാനും അവിടുത്തെ ദൈവദാസന്മാരെ പ്രാർത്ഥിച്ച് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക്, പ്രത്യേകാല പഞ്ചാബിലേക്ക് അയക്കുവാനിടയായി. ഞാൻ ആദ്യമായി കടന്നു വരുന്നത് ജലന്ധർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ദൈവദാസന്റെ അടുക്കൽ കടന്നു വന്നു. എന്നാൽ അന്ന് എനിക്ക് ഹിന്ദി ഭാഷയോ പഞ്ചാബി ഭാഷയോ എനിക്ക് സംസാരിക്കുവാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ കടന്നു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്നും ലക്നൌവിലേക്ക് ഭാഷ പഠിക്കുവാനായിട്ട് എന്നെ അയക്കുവാനിടയായി. UP-യിൽ ലക്നൌവിൽ അവിടെ കടന്നു ചെന്ന് ഏകദേശം 1 വർഷത്തോളം അവിടെ ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഒത്തിരി നല്ലവണ്ണം ഹിന്ദി ഭാഷ പഠിക്കുവാനായി സാധിച്ചില്ല, എങ്കിലും പറയുന്നത് മനസ്സിലാക്കുവാനും അത്യാവശ്യം സംസാരിക്കുവാനും ദൈവം കൃപ ചെയ്തു. എന്നാൽ അവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അവിടുത്തെ അന്നത്തെ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ പാപ്പി മത്തായി ഇപ്രകാരം പറഞ്ഞു, നീ ഇനി തിരിച്ച് പഞ്ചാബിലേക്ക് മടങ്ങിപ്പോകേണ്ട, UP-യിൽ തന്നെ എവിടെയെങ്കിലും ഒരു വേല എടുത്ത് വർക്ക് എടുത്ത് ചെയ്യുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാന് ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കടന്നു ചെന്ന് ഒരു വർക്ക് എടുത്ത് ആരംഭിച്ചു. എന്നാൽ മനസ്സിന് സന്തോഷമില്ലായിരുന്നു. മടങ്ങി പഞ്ചാബിലേക്ക് കടന്നു പോകണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. അങ്ങനെ ഞാൻ മടങ്ങി വന്ന് ദൈവദാസനോട് പ്രകാരം പറഞ്ഞു, എനിക്ക് പഞ്ചാബിലേക്ക് കടന്നു പോകണം. ദൈവദാസൻ പറഞ്ഞു, നീ ഇവിടെ നിന്നാ മതി, ഇവിടെ നല്ലൊരു വർക്ക് ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. അവിടെ ലക്നൌവിലെ ബൈബിൾ കോളേജില് അന്ന് ചില ദൈവദാസ സഹോദരന്മാര് ഒരുമിച്ച് ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുവാനിടയായി. ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും ഇരുന്നു. എന്നാൽ 2ാമത്തെ ദിവസം എന്നോട് ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും വേഗത്തില് ടിക്കറ്റ് എടുത്ത് പഞ്ചാബിലേക്ക് കടന്നു പോകുക. പ്രൈസ് ദി ലോർഡ്. ഞാന് ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ് ദൈവസേനയിൽ ഇരുന്നത്. പക്ഷെ എനിക്ക് 2ാമത്തെ ദിവസം തന്നെ ദൈവം മറുപടി നൽകുവാനിടയായി തീർന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് ഹല്ലേലൂയ മനസ്സിലാക്കുവാനിടയായി. ഞാൻ അങ്ങനെ മടങ്ങി പഞ്ചാബിൽ ജലന്ധറിലേക്ക് തന്നെ മടങ്ങി വന്നു. അവിടെ കടന്നു വന്നപ്പോൾ അവിടുത്തെ ദൈവദാസൻ, അന്ന് ഞങ്ങളുടെ ഇവിടെ പഞ്ചാബിന്റെയും ജമ്മു കാശ്മീരിന്റെയും ചണ്ഡീഗഡിന്റെയും ചുമതല വഹിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ ഇപ്രകാരം എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് നങ്കലിലേക്ക് കടന്നു പോകണം. എനിക്ക് സ്ഥലം അറിയത്തില്ല. അവരെന്നെ അന്ന് അവിടെ നിന്ന് ബസ്സിൽ കയറ്റി വിട്ടു. കാരണം അവിടുത്തെ ദൈവദാസൻ അന്ന് നാട്ടിലേക്ക് കടന്നു പോയായിരുന്നു. 1 മാസത്തോളം ഞാൻ അവിടെ നങ്കൽ ഡാമില് അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോഴാണ് അവിടെ ഹിന്ദി കൂടുതലായിട്ട് സംസാരിക്കത്തില്ല, എല്ലാവരും പഞ്ചാബിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ കടന്നു ചെന്നു. 1-2 പാട്ടുകൾ പാടുവാൻ അറിയാം ഹിന്ദിയിൽ. ഞാൻ പാടും, സങ്കീർത്തനം വായിക്കും. ഒരു ചെറിയ രീതിയിൽ അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യും. ഒരു 7-8 പേര് അന്ന് കൂടി വരുമായിരുന്നു. എന്നാൽ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം ഈ നങ്കൽ ഡാമിലാണ് തുടങ്ങിയത്. നങ്കൽ ഡാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ദൈവദാസൻ ഇല്ലാത്തത് കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞാനായിരുന്നു. ആ കർത്താവിന്റെ ദാസനെ അന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ദൈവവേല ആ ദേശത്ത് ചെയ്യുവാൻ ഇടയായി. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു വിശ്വാസി പെട്ടെന്ന് ട്രെയിൻ ആക്സിഡന്റില് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാനിടയായി. തനിക്ക് വളരെ സീരിയസ് ആയിരുന്നു.
നങ്കലിൽ തന്നെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെ അഡ്മിറ്റ് ആക്കിയിരുന്നു. എന്നോട് ഒരു സഹോദരൻ കടന്നു വന്ന് പറഞ്ഞു, അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കണം ഹോസ്പിറ്റലില്. ഞാൻ അങ്ങനെ 1-2 പ്രാവശ്യം അവിടെ കടന്നുപോയി പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോൾ ആ സഹോദരൻ ഇപ്രകാരം ചോദിക്കുമായിരുന്നു, ഞങ്ങളുടെ പാസ്റ്റർ എപ്പോഴാണ് വരുന്നത്? ഞാൻ ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹം എത്രയും വേഗം വരും എന്നല്ല പറഞ്ഞ് അദ്ദേഹത്തെ അറിയാവുന്ന ഹിന്ദി ഭാഷയിൽ അദ്ദേഹത്തെ ഞാൻ ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാന് എനിക്ക് എന്റെ മനസ്സിൽ ഇപ്രകാരം തോന്നി, ആ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി ആ സഹോദരനെ ഒന്ന് കാണണം. അങ്ങനെ ഞാൻ അവിടെ കടന്നുപോയി. ചെന്നപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടെ ആയിരിക്കുന്ന അവസ്ഥ കാണുവാനിടയായി. എന്നാൽ ഞാൻ ആ സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നല്ല പ്രകാശിതമായതായിട്ട് എനിക്ക് കാണുവാനിടയായി. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അദ്ദേഹം നല്ല ഇതുപോലെ കിടന്നൊന്ന് ഉറങ്ങി. അദ്ദേഹം ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മടങ്ങി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ അന്ന് രാത്രി ഒരു 10 മണിയാകുന്ന സമയത്ത് എനിക്ക് കേൾക്കുവാനിടയായി തീർന്നത് ആ സഹോദരൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖം നല്ല ഒരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഹല്ലേലൂയ അന്ന് എനിക്ക് വളരെ ഭാഷയിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അറിയാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചില ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുവാനിടയായി. എന്നാൽ അവിടെ കടന്നു വരണമെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ദൈവദാസന്മാർ കടന്നു വരേണ്ടത്. എന്നാൽ അവരെ വിളിച്ചപ്പോൾ അവർക്ക് ഓൾറെഡി മറ്റു ശുശ്രൂഷകളിലേക്ക് കടന്നുപോയി, അവർക്ക് വരുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഡെഡ് ബോഡി മറവ് ചെയ്യണമല്ലോ. ഞാന് സെമിത്തേരിയിലൊക്കെ കടന്നു ചെന്ന് കാര്യങ്ങളെല്ലാം റെഡിയാക്കി. എന്നാൽ അന്ന് പ്രൈസ് ദി ലോർഡ്, എനിക്ക് ഹിന്ദി ഭാഷ അറിയത്തില്ല, നല്ലൊരു ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ആ നങ്കലിലുള്ള ഒരു CNA ഒരു ദൈവദാസനെ കോണ്ടാക്ട് ചെയ്തു. ഒരു ദൈവവചനം 10 മിനിറ്റ് സംസാരിച്ച് ഡെഡ് ബോഡി ഒന്ന് മറവ് ചെയ്യണം. എന്നാൽ ഞാൻ അവിടെ കടന്നു ചെന്ന് മറ്റൊരു സഹോദരനുമായി കടന്നു ചെന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് 2000 രൂപ ചോദിക്കുകയുണ്ടായി. വളരെ ബുദ്ധിമുട്ടിൽ കൂടെയാണ് അന്ന് കടന്നു പോകുന്നത്. എന്നൊരു മിഷണറിയാണ്. എനിക്ക് അന്ന് 750 രൂപയാണ് അന്ന് എനിക്ക് തരുന്നത്. എന്നാൽ ആ ദൈവദാസൻ ഇപ്രകാരം 2000 രൂപ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് മടങ്ങി വന്നു. എന്നാൽ ഡെഡ് ബോഡിയുമായിട്ട് സെമിത്തേരിയിൽ കടന്നു ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 7-8 സഹോദരന്മാര്, ഒരു RSSന്റെ BJPയുടെ സഹോദരന്മാര് എന്റെ അടുക്കലേക്ക് ഓടി വരുവാനിടയായി. എന്താണ് ഇത്രയും താമസിക്കുന്നത്? ഡെഡ് ബോഡി എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ മറവ് ചെയ്യാത്തെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാന് ഇവിടെ ആദ്യമായിട്ട് വന്നതാണ്, ഇത്ര നാളായതേ ഉള്ളൂ, ഇവിടത്തെ ദൈവദാസൻ ഇവിടെ ഇല്ല, എനിക്ക് വേണ്ടുന്ന ഭാഷയും അറിയത്തില്ല, എനിക്കറിയാമെന്നുള്ള ഹിന്ദിയിൽ ഞാൻ സംസാരിച്ചു. ഞാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഇന്നതുപോലെ ഇന്നിടത്തുള്ള ഒരു പാസ്റ്ററെ ഞാൻ വിളിച്ചു, എന്നാൽ അദ്ദേഹത്തിന് പൈസ വേണം എന്ന് പറയുവാനിടയായി. ആ സഹോദരന്മാര് 5 മിനിറ്റ് നിൽക്ക എന്ന് പറഞ്ഞിട്ട് ആ സഹോദരന്മാർ പോയി. അവര് പോയി ഒരു വാഹനത്തിൽ കയറി പോകുന്നത് കണ്ടു. എന്റെ ഹൃദയം ഇടിക്കുവാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, ഇതോടെ മിക്കവാറും എന്നെ ഡെഡ് ബോഡിയോട് കൂടെ എന്നെ മിക്കവാറും മറവ് ചെയ്യുമെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കടന്നു വന്നു. എന്നാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ RSSന്റെ BJPയുടെ സഹോദരന്മാര്
കടന്നു ചെന്നിട്ട് അവിടെയുള്ള ആ CNA ആ പാസ്റ്ററെ അവിടുന്ന് തന്റെ ഭവനത്തിൽ നിന്ന് വിളിച്ച് കൊണ്ടുവരുവാനിടയായി. 2000 രൂപ വേണമെന്ന് പറഞ്ഞ ആള് 5 പൈസ പോലും മേടിക്കാതെ ആ ഡെഡ് ബോഡി മറവ് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. നാം ചിലപ്പോൾ വിചാരിക്കും നാം ഒറ്റയ്ക്കാണ്, നമ്മുടെ കഷ്ടതയിൽ ആരുമില്ല എന്ന് നാം ചിന്തിക്കാം. പക്ഷേ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ആ ദൈവിക പ്രവൃത്തി ഞാൻ അന്ന് മനസ്സിലാക്കുവാനിടയായി. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് സൈക്കിൾ പോലും ഓടിക്കുവാൻ എനിക്ക് അറിയത്തില്ല. നാട്ടിൽ വെച്ച് അനേക സഹോദരങ്ങൾ എന്നെ സൈക്കിളിൽ ചവിട്ടുവാനായിട്ട് എന്നെ പഠിപ്പിച്ചു. പക്ഷേ അവരെല്ലാം ഫെയിലായി തീർന്നു. എന്നാൽ ആ നങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൈഡില് നദിയാണ്, ഒരു സൈഡില് അപ്പുറത്തെ സൈഡില് വനമാണ്. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഹല്ലേലൂയ ദൈവം എന്നെ സൈക്കിൾ ചവിട്ടുവാനായിട്ട് എന്നെ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും മറിഞ്ഞു വീഴുവാൻ തക്കവണ്ണം പോയെങ്കിലും നദിയാണ്, ആർക്കും അറിയത്തില്ല. ഞാൻ രാത്രിയിലാണ് സൈക്കിളുമായി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സമയത്ത് കർത്താവ് എന്നെ പഠിപ്പിക്കുവാനിടയായി, സൈക്കിൾ ചവിട്ടുവാനായിട്ട് പഠിപ്പിക്കുവാനിടയായി. നങ്കലിൽ വെച്ചാണ് ആദ്യമായിട്ട് കർത്താവ് അല്ലെങ്കിൽ മിനിസ്ട്രിയിലേക്ക് എന്നെ അല്ലെങ്കിൽ കരം പിടിച്ച് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ 1 വർഷത്തോളം ദൈവദാസനോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അവിടെ നിന്നാണ് 80 കിലോമീറ്റർ മാറിയുള്ള ഈ കുറാളി എന്ന് പറയുന്ന സ്ഥലത്ത് ഹല്ലേലൂയ 2 ദൈവദാസന്മാർ എന്നെ കൊണ്ടാക്കുവാനിടയായി. ഈ ദേശത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായി കടന്നു വന്നു. ദേശമൊക്കെയും ഞങ്ങളെ കടന്നുപോയി സഞ്ചരിച്ചു കണ്ടു. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ദർശനമോ അങ്ങനെ ഒരു കാഴ്ചപ്പാടോ എനിക്ക് അന്ന് ഇല്ലായിരുന്നു. ഇവിടെ കടന്നു വന്നു, ശരി ഇവിടെ വേല ആരംഭിക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇവിടെ കടന്നു വന്നിട്ട് ഞങ്ങളൊരു ഒറ്റ റൂം വാടകയ്ക്ക് എടുത്ത് അന്ന് 1000 രൂപ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. 1000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്ത് അന്ന് ചണ്ഡീഗഡിൽ നിന്ന് ഒരു ദൈവദാസനും ഗ്രേസ് ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനുമായി ഞങ്ങള് ഇവിടെ കടന്നു വന്ന് ഇവിടെ ഞങ്ങൾ താമസം ഉറപ്പിച്ചു. ആദ്യമായിട്ട് ഞങ്ങൾ രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് ആ ഭവനത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫാനില്ല, ഞങ്ങൾക്ക് മറ്റ് സാധനങ്ങളൊന്നുമില്ല, വിരിച്ചു കിടക്കുവാൻ ഒരു പായില്ല. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ വന്നു, റൂം എടുത്തു. എന്നാൽ അന്ന് രാത്രി ഞങ്ങൾ അവിടെ കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് അന്ന് രാത്രി ഞങ്ങൾ 3 പേരും ഉറങ്ങിയില്ല. ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നിട്ട് ഞങ്ങൾക്ക് ഫാൻ ഇല്ലാത്തത് കാരണം ചൂട് കൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ഞങ്ങൾക്ക് കൊതുകിനാല് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ കരത്തില് പ്രൈസ് ദി ലോർഡ് ഒരു പറ്റം അല്ലെങ്കിൽ കൊതുക് ഞങ്ങളുടെ കരങ്ങളില് ഉണ്ടാകുവാനിടയായി തീരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ കടന്നു വന്ന് ആദ്യമായിട്ട് മിനിസ്ട്രി എടുക്കുവാൻ ദൈവം കൃപ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ 1 മാസം കഴിഞ്ഞു. ഞാൻ ദൈവത്തോട് ഇപ്രകാരം ചോദിച്ചു, ദൈവമേ, ഈ കുറാളിയിൽ തന്നെയാണ് അങ്ങ് എന്നെ അയച്ചത് എങ്കിൽ എനിക്കൊരു അടയാളം വേണം. ഞാനിപ്പോൾ 1000 രൂപ കൊടുത്താണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് ഈ ഒറ്റ റൂമില്. എനിക്ക് 1000 രൂപയ്ക്കുള്ള 2 റൂം വേണം, 2 റൂം സെറ്റ് വേണം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എനിക്ക് കർത്താവ് അപ്രകാരം 2 റൂം സെറ്റ് നൽകുവാനിടയായി. അപ്പോൾ എന്റെ മനസ്സിൽ ഒന്നുകൂടെ ബലപ്പെട്ടു, എന്നെ കർത്താവ് കുറാളിയിൽ തന്നെയാണ് അയച്ചത്. ഈ സമയത്ത് ഈ കുറാളിയുടെ ഓരോ ഗല്ലിയിലും ഓരോ ഇടങ്ങളിലും കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രാവിലെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഓരോ ഇടങ്ങളിലേക്കും കടന്നു ചെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ കുറാളി ദേശത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചത്,
അനവധി ദൈവദാസന്മാര് ഈ കുറാളി പട്ടണത്തിൽ കടന്നു വന്ന് ദൈവവേലയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവര് 3 മാസം അല്ലെങ്കിൽ ഏറി മറിഞ്ഞാൽ 6 മാസം മാത്രമേ ഈ പട്ടണത്തിൽ നിൽക്കുകയുള്ളൂ. അഥവാ 6 മാസം ആരെങ്കിലും ഈ പട്ടണത്തിൽ നിന്ന് കഴിഞ്ഞാല് അവരുടെ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവര് ഈ ദേശം വിട്ട് അവർ കടന്നു പോകുമായിരുന്നു. ഈ കുറാളിയെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഒരു നാമധേയ ഒരു ചർച്ച് മാത്രമേ ഈ കുറാളി പട്ടണത്തിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് സിഖുകാരെ കൊണ്ട് അനേക ഗുരുദ്വാരകളെ കൊണ്ട് നിറയപ്പെട്ട ഒരിടമാണ്. അത് മാത്രമല്ല ഹിന്ദു സഹോദരങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ഒരു ഇടമാണ്. അമ്പലങ്ങൾ മാത്രമേ, അങ്ങോട്ട് എവിടെ തിരിഞ്ഞാലും അമ്പലങ്ങളും ഗുരുദ്വാരകളും മാത്രമാണ് ഈ ദേശത്തുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ദേശത്തിറങ്ങി പ്രവർത്തിച്ചു, വർക്ക് ചെയ്തു. ട്രാക്റ്റുകൾ, ഓരോ ഭവനങ്ങൾ കടന്നു ചെന്ന് ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു. ദൈവ വചനത്തിന്റെ പ്രതികൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ജീവിതം മുന്നോട്ട് കഴിക്കുവാനിടയായി. കൂടുതൽ സമയവും ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി. എനിക്ക് ദേശത്തേക്ക് കടന്നു പോകുവാൻ അല്ലെങ്കിൽ മറ്റ് വില്ലേജിലേക്ക് കടന്നു പോകുവാനായിട്ട് ഒരു സൈക്കിൾ പോലും അന്നില്ലായിരുന്നു. ഒരു ദൈവദാസൻ നൽകിയതായ ഒരു ചെറിയ ഒരു ഫോൾഡിന്റെ കട്ടില് മാത്രം അന്നുണ്ടായിരുന്നു. അത് മാത്രമാണ് എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. മറ്റ് സഹായങ്ങളോ ഒന്നുമില്ല. ഒരു 1500 രൂപ എനിക്കൊരു ചെറിയ ഹെൽപ്പുണ്ട്. 1000 രൂപ വാടക കൊടുക്കണം. പിന്നെ ഓരോ മാസമുള്ള കറണ്ട് ബില്ല്, പിന്നെ അതിൽ നിന്ന് തന്നെയാണ് ആഹാരം. അപ്പോൾ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുവാനിടയായി. അങ്ങനെ ഇരുന്ന് കുറച്ച് പൈസ ഞാൻ കൂട്ടിവെച്ചിട്ട് ആദ്യമായിട്ട് ഒരു സൈക്കിൾ വാങ്ങുവാനിടയായി. ആ സൈക്കിളില് ഞാന് കിലോമീറ്ററോളം ഹല്ലേലൂയ കടന്നു ചെന്ന് ഓരോ വില്ലേജുകളിലും പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ ഈ കുറാളിയുടെ ഏകദേശം 30-35-40 കിലോമീറ്ററോളം കടന്നു ചെന്ന് അനേക വില്ലേജുകള് പ്രാർത്ഥിക്കുവാനും ദൈവവചനം കൊടുക്കുവാനും ദൈവം കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ കുറാളിയിൽ ഒരു വർഷക്കാലം മുഴുവനും ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവവചനം മറ്റുള്ളവരോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ആത്മാവിനെ പോലും അന്ന് എനിക്ക് വിശ്വാസത്തിലേക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മനസ്സിന് വളരെയധികം ഭാരമുണ്ടായി. ആ ഒരു വർഷമാകുന്ന സമയത്ത് ഞാന് 2002 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് ഇവിടെ കടന്നു വന്ന് ഞാന് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത വർഷമായപ്പോൾ ഞാന് ഇവിടെ നിന്ന് മാറിപ്പോകുവാനായിട്ട് ആഗ്രഹിച്ചു. ഈ കുറാളി പട്ടണത്തിൽ നിന്ന് മാറിപ്പോകുവാൻ. കാരണം ഇത്രയും പ്രവർത്തിച്ചിട്ട് ഒരാത്മാവിനെ നേടുവാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കടന്നു വരുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പാർക്കുന്ന ഈ കുറാളിയിൽ നിന്ന് 10 കിലോമീറ്റർ വീതം മാറി 2 ദേശങ്ങൾ ചെന്ന് കാണുവാനിടയായി. ഒന്ന് മൊറണ്ട എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. മറ്റൊന്ന് കരട് എന്ന് പറയുന്ന സ്ഥലം, അവിടെയും ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അവിടെ കടന്നു ചെന്നാല് എന്റെ മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു, അവിടെ കടന്നു ചെന്നാൽ ഒത്തിരി ക്രിസ്ത്യാനികളെ നേടാം, ഒത്തിരി പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്തയില് ഈ 2 സ്ഥലങ്ങളും ഞാൻ 2 ദിവസം കടന്നു ചെന്ന് സൈക്കിളിൽ കറങ്ങി ദേശം കണ്ട് ഞാൻ മടങ്ങി വന്നു. 3-ാമത്തെ ദിവസം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരുന്നു. കുറാളി ദേശത്ത് ഞാൻ പ്രഭാതം മുതല് കർത്താവെ, അങ്ങയുടെ ശബ്ദം എപ്പോൾ ഞാൻ കേൾക്കുമോ അപ്പോഴല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല എന്ന് ഞാന് ഹല്ലേലൂയ ദൈവത്തോടൊരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിലിരുന്നു. ഞാൻ എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്താണോ ഞാൻ ദൈവവേല ചെയ്യേണ്ടത്, അതോ
ഞാന് ഇവിടെ നിന്ന് മാറി മറ്റ് ഏതെങ്കിലും സ്ഥലത്തേക്ക് കടന്നു ചെന്ന് ഞാനിപ്പോൾ കടന്നുപോയി കണ്ടതായ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കടന്നുപോയി ഞാൻ ദൈവവേല ചെയ്യട്ടെ എന്ന് ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ഞാൻ ആയിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു ദൈവശബ്ദവും ഞാൻ കേട്ടില്ല. എന്നാൽ അന്ന് വൈകുന്നേരം ഒരു 5-5:30 മണിയാകുന്ന സമയത്ത് യഥാർത്ഥമാകുന്ന ഒരു ദൈവശബ്ദം എന്റെ കാതുകളിൽ കേൾക്കുവാനിടയായി. ഒരു മനുഷ്യൻ നമ്മോട് സംസാരിക്കുന്നത് പോലെ എന്റെ കാതുകളിൽ ഞാൻ ഇപ്രകാരം കേട്ടു, നീ എവിടെയാണോ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തിയിരിക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ നിന്നെ അയച്ചത് എന്നുള്ള ആ ദൈവിക ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കുവാനിടയായി തീർന്നു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എന്ത് തന്നെ പ്രതിസന്ധികൾ കടന്നു വന്നാലും ഞാനിനി ഈ കുറാളിയുടെ ദേശം വിട്ടു പോകത്തില്ല, ഇവിടെ തന്നെ ഞാന് ഹല്ലേലൂയ ദൈവവേല ചെയ്യും എന്നുള്ളതായ ഒരു തീരുമാനം അന്നെടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ ഞാൻ പറയട്ടെ, ഏകദേശം 17-ലധികം ഭവനങ്ങൾ ഒരു 6 വർഷത്തിനുള്ളില് എനിക്ക് മാറേണ്ടി വന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് ഹല്ലേലൂയ ആരും ഭവനം തരത്തില്ല. പിന്നെ ഒറ്റയ്ക്കാണ് പാർക്കുന്നത്. ഏകദേശം 5 വർഷത്തോളം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പാർത്തത്. അങ്ങനെ ഒത്തിരി പ്രതിസന്ധി ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഞാൻ ഈ കുറാളിയിൽ പാർക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും ഞാൻ കടന്നുപോയി പ്രാർത്ഥിക്കുകയും ട്രാക്റ്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നെയും നിരാശ മാത്രമാണ് എൻ്റെ ജീവിതത്തില് കടന്നു വന്നത്. കാരണം എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ആരും കൂടി വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുവാനിടയായി. മറ്റുള്ളവരിൽ നിന്ന് ഇപ്രകാരം പറയുമായിരുന്നു, ഇത്രയും നാള് പ്രവർത്തിച്ചിട്ട് നീ ഒരു ആത്മാവിനെ നേടിയില്ലല്ലോ എന്ന് പറയുവാനിടയായി. എന്നാൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു, ഞാന് ഹല്ലേലൂയ ഓരോ ദിവസവും എന്റെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കുന്നുണ്ട് എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഭവനങ്ങൾ പലതും മാറി. അങ്ങനെ മറ്റൊരു ഭവനത്തിലായിരുന്നപ്പോൾ എനിക്ക് വില്ലേജിൽ നിന്ന് ചില പഞ്ചാബി കുടുംബങ്ങളെ എനിക്ക് ലഭിക്കുവാനിടയായി. ആ കുടുംബങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളാണ്, കൂടുതൽ പെന്തക്കോസ്തുകാരാണ്, അവര് സ്നാനപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ ഭവനത്തില് മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലോ മാത്രമാണ് ഒരു പഞ്ചാബി പാസ്റ്റർ കടന്നു വന്ന് അന്ന് ആരാധന നടത്തി പ്രാർത്ഥിച്ച് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറാളിയില് അവരുടെ അടുത്തായിട്ട് ഒരു ദൈവദാസൻ കടന്നു വന്നു. ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടെന്ന് കേട്ടപ്പോൾ ആ ദൈവമക്കൾ ഒരുമിച്ച് കടന്നു വരുവാനിടയായി. പല വില്ലേജുകളിൽ നിന്ന് ഓരോ കുടുംബങ്ങൾ ഇങ്ങനെ കടന്നു വരുവാനിടയായി. അന്ന് വളരെ സന്തോഷിച്ചു. കാരണം ഇത്രയും നാള് ആത്മാക്കൾ ഇല്ലാത്ത സ്ഥലത്ത് ആ സ്ഥാനത്ത് ദൈവം ഇപ്രകാരം ചില കുടുംബങ്ങളെ തന്നു എന്ന് ഞാൻ വളരെ ആശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ 3 ആഴ്ച അവര് വളരെ സന്തോഷത്തോടുകൂടെ കടന്നു വന്നു. അവര് പ്രാർത്ഥിച്ചു. അവര് വളരെ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോയി. എന്നാൽ 4ാമത്തെ ഞായറാഴ്ച ഞാന് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഞാന് ഡെറിയെല്ലാം വിരിച്ച് ഞാനിങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കുകയാണ്. 10 മണിയാവുമ്പോൾ അവരെല്ലാവരും കടന്നു വരും. നല്ല ആരാധന ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് തരുമെന്നുള്ള ആ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ അന്ന് 10 മണി കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 12 മണിയായി. ഒരൊറ്റ കുടുംബം പോലും അന്ന് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നില്ല. എന്നാൽ 12:30 കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് ഞാന് എന്റെ സൈക്കിളുമായിട്ട് ഈ ഓരോ വില്ലേജുകളിലും കടന്നുപോയി, ഓരോ ഭവനങ്ങളിലും കടന്നുപോയി. ഞാൻ അവിടെ കടന്നു ചെന്ന് അവരോട് സംസാരിച്ചു. അവരെന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് കടന്നു വരാത്തത്? അപ്പോഴാണ് അവര് പറയുന്നത്, ഞങ്ങളെ സ്നാനപ്പെടുത്തിയതായ ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ കടന്നു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ അവിടെ ആരാധനയ്ക്ക് കടന്നു പോകരുത്. കാരണം നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ കുടുംബത്തിനകത്തോ നിങ്ങളുടെ തലമുറയിലോ
എന്തെങ്കിലും ഒരു ആവശ്യം കടന്നു വന്നാൽ അദ്ദേഹം നിങ്ങളെ സഹായിക്കത്തില്ല. അദ്ദേഹം ഈ നാട്ടുകാരനല്ല, അദ്ദേഹം കേരളത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒന്നും സഹായിക്കാൻ അദ്ദേഹത്തിന് പറ്റുകയില്ല എന്ന് പറഞ്ഞ് അവരെ ആരാധനയ്ക്ക് വരുന്നതിൽ നിന്ന് അന്ന് മുടക്കുവാനിടയായി. അതിനുശേഷം ഞാൻ മടങ്ങി അവരുടെ എല്ലാവരുടെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ഒരേ സ്വരത്തില് അവരിതാണ് പറഞ്ഞത്. എന്നാൽ അന്ന് ഞാൻ മടങ്ങി വന്നിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു. ഈ കുറാളിയിൽ കർത്താവ് എന്നെ അയച്ചു, എന്നെ കർത്താവ് കൊണ്ടുവന്നു. ഞാൻ ഇനി മുതല് ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ ഭവനത്തിലും ഞാൻ കടന്നു പോകത്തില്ല എന്നൊരു തീരുമാനം എടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി, ഒരാത്മാവിനെ എനിക്ക് നേടുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് വീഴുവാനിടയായി. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ആരും സഹായിപ്പാനില്ല. ചില മണിക്കൂറുകൾ അങ്ങനെ ആയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ശരീരം തളർന്നിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ പിന്നെയും ദൈവവേല ചെയ്തു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ശരീരത്തിന്റെ രണ്ടാമത്തെ ഭാഗവും അതേപോലെ തളർന്നു വീഴുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതും ദൈവം എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഈ കുറാളിയിൽ നിൽക്കുവാൻ കഴിയാത്തതായ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നു. ആരും സഹായിപ്പാനില്ലാത്ത അവസ്ഥകൾ കടന്നു വന്നു. എങ്കിലും കർത്താവ് കരം പിടിച്ച് എന്നെ നിർത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2000 പ്രൈസ് ദി ലോർഡ് 6 ദൈവസന്നിധിയിൽ ഇപ്രകാരം തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്കൊരു വിവാഹം കഴിക്കണം. എന്നാൽ ആ വർഷത്തില് എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരുവാനിടയായി. ഞാൻ 3 ദിവസം വരെ പനിച്ച് ഞാൻ കിടക്കുവാനിടയായി. ആരും സഹായിപ്പാനില്ല. ഒരു പാരസെറ്റമോൾ പോലും മേടിച്ചു തരുവാൻ ആളില്ലാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. 3 ദിവസം അല്ലെങ്കിൽ ശരീരം വളരെ വിറയലിനാലും ഒരു ഗ്ലാസ് ചൂട് വെള്ളം പോലും കുടിക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവെ, തുടർന്ന് ഈ ദേശത്ത് ദൈവവേല ചെയ്യണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് എനിക്ക് വിവാഹം കഴിക്കണം. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് ഹല്ലേലൂയ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 4-5 സ്ഥലത്ത് ഇരുന്ന് പ്രൈസ് ദി ലോർഡ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാൻ ഗുളിക മേടിച്ച് കഴിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ കടന്നു വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില വ്യക്തികൾ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു വരും, എന്നാൽ അവര് മടങ്ങിപ്പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുവാനിടയായി. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് 2006 ഏപ്രിൽ മാസത്തില് പ്രൈസ് ദി ലോർഡ് എനിക്ക് ഹല്ലേലൂയ വിവാഹം കഴിയുവാനിടയായി. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഈ ദേശത്തേക്ക് മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ മടങ്ങി വന്നു. വിവാഹം കഴിച്ച് ഞങ്ങൾ മടങ്ങി നാട്ടിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് ഞാൻ വൈഫുമായി ആദ്യമായിട്ടാണ് വൈഫിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ സമയത്ത് എറണാകുളം കഴിഞ്ഞപ്പോൾ ഞാൻ ആഹാരം കഴിച്ചു. ട്രെയിനിൽ ഒന്ന് വിശ്രമിക്കുവാൻ കിടന്നത് മാത്രം എനിക്കറിയാം. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ ശരീരം മുഴുവനും തളർന്ന് ഞാൻ രോഗിയായി കിടക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗത്തിരുന്ന് വൈഫ് കരയുന്നു. പുള്ളിക്കാരത്തേക്ക് ഒന്നും അറിയത്തില്ല, ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. കാരണം ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ അന്ന് ഹല്ലേലൂയ ഞാൻ ശാരീരികമായി വളരെ ബലഹീനപ്പെട്ടു. ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല, ഒന്ന് ഫോൺ വിളിച്ച് ആരെയെങ്കിലും അറിയിക്കുവാൻ. എന്നാൽ അന്ന്
രണ്ട് സഹോദരന്മാര് ഞങ്ങളോടൊപ്പം കടന്നു ആ ട്രെയിനിലുണ്ടായിരുന്നു. ആ സഹോദരന്മാര് ചണ്ഡീഗഡുള്ള ഒരു ദൈവദാസനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എന്നതുപോലെ ജോയ്മോൻ പാസ്റ്റർക്ക് സുഖമില്ലാതെ വരികയാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ ചണ്ഡീഗഡിൽ വന്നിറങ്ങുമ്പോൾ 3 ദൈവദാസന്മാരെ എന്നെ തോളിലെടുത്താണ് പ്രൈസ് ദി ലോർഡ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. വളരെ അത്രമാത്രം വളരെ ശാരീരികമായി ബലഹീന അവസ്ഥയാൽ ഭാരപ്പെടുവാനിടയായി. ശുശ്രൂഷ പലപ്പോഴും ചിന്തിച്ചു, ശുശ്രൂഷ ഇതോടൊപ്പം കഴിഞ്ഞു എന്നുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നു. എങ്കിലും ദൈവമാണ് എന്നെ ഈ കുറാളി പട്ടണത്തിൽ കൊണ്ടുവന്നത്, ദൈവത്തിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് എന്റെ മനസ്സിൽ ഹല്ലേലൂയ ദൈവം ഉണർത്തിക്കുവാനിടയായി. അങ്ങനെ ഇവിടെ കടന്നു വന്നു. ദേശത്ത് ഇറങ്ങി പ്രാർത്ഥിക്കുകയും പിന്നെയും ട്രാക്റ്റുകൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദൈവവേല തുടർന്നു വന്നു. ഇവിടെ കടന്നു വന്ന് 18ാമത്തെ ദിവസം എന്റെ വൈഫ് ഹല്ലേലൂയ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് ഹല്ലേലൂയ കിടക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ എന്നിലായിരുന്നു പിശാചിന്റെ നോട്ടം. ഈ ദേശത്തു നിന്ന് എന്നെ പറിച്ചു കളയുവാൻ പിശാച് പല പദ്ധതികളും ഒരുക്കി, പിശാച് പല തന്ത്രങ്ങളും ഒരുക്കി. പക്ഷെ അവിടെയൊന്നും പിശാചിന് ജയിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അടുത്ത് പുതുതായി കടന്നു വന്ന എന്റെ വൈഫിൽ അതിൽ പിശാച് നോട്ടം വിട്ടു. ഏകദേശം 2 ആഴ്ചയിലധികം അവള് ഹല്ലേലൂയ കിടരോഗിയായി ബെഡിൽ കിടക്കുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു അവള് ഹല്ലേലൂയ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ ഈ വിഷയം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തില് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അന്നുണ്ടായി. വെറും 1500 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടകയും ഞങ്ങൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ആഹാരമെല്ലാം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തില് ഇവിടെ കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാന് വിവാഹത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ എന്റെ വൈഫിനോട് 2 ചോദ്യം മാത്രം ഞാൻ ചോദിക്കുകയുണ്ടായി. അവളുടെ പേര് പോലും ഞാൻ ചോദിച്ചില്ല. നിനക്ക് പഞ്ചാബിലേക്ക് മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു വരുവാൻ താല്പര്യമുണ്ടോ? രണ്ടാമത് ചോദിച്ചത്, നിനക്ക് പട്ടിണി കിടക്കുവാൻ താല്പര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവള് അന്ന് യെസ് പറഞ്ഞു. പക്ഷേ ഇവിടെ കടന്നു വന്നപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഹല്ലേലൂയ കഷ്ടത എന്ത് അല്ലെങ്കിൽ പട്ടിണി എന്ത് എന്ന് അവൾ മനസ്സിലാക്കുവാനിടയായി തീർന്നത്. എങ്കിലും അവൾ ഒരു വാക്ക് പോലും ഹല്ലേലൂയ പറയാതെ എന്നോടൊപ്പം ഈ ദേശത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അവൾ കഷ്ടം സഹിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു വസ്ത്രമില്ലാതെ പ്രൈസ് ദി ലോർഡ് വളരെ ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സ്കൂളില് ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട് സ്കൂൾ അധ്യാപികയായിട്ട് അവളെ കടന്നു പോകുവാനിടയായി. ആ സ്കൂളിൽ കടന്നു ചെന്നപ്പോഴും അവളെ മാനസികമായി അവൾ വളരെ ഭാരപ്പെട്ടു. കാരണം തണുപ്പിന്റെ സമയത്ത് ഒരൊറ്റ സെറ്ററുമായിട്ട് അവൾ സ്കൂളിൽ കടന്നു പോകുമായിരുന്നു. അന്ന് ഹല്ലേലൂയ അവിടുത്തെ പ്രധാന അധ്യാപിക ഇപ്രകാരം പറഞ്ഞു, നിനക്ക് അഹങ്കാരമാണ്, നിനക്ക് എല്ലാം ഉണ്ടെങ്കിലും നീ അഹങ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുമായിരുന്നു, അവളെ നിന്ദിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവൾക്കറിയാം അവൾക്ക് ഒന്നിന് മാറി മറ്റൊന്ന് ഇടുവാനായിട്ട് മറ്റൊരു വസ്ത്രം അവൾക്കില്ല. അതുകൊണ്ടാണ് അവൾ ഒരൊറ്റ സെറ്ററില് അവൾ കടന്നു പോകുന്നത്. തണുപ്പ് വളരെ കഠിനമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഹല്ലേലൂയ അതെല്ലാം സഹിച്ച് അവൾ ഈ ദേശത്ത് എന്നോടൊപ്പം ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ നിൽക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങള് ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഏകദേശം ഹല്ലേലൂയ 1 വർഷമാകുന്ന സമയത്ത് അവൾ ഗർഭിണിയായി. അവൾ നാട്ടിൽ അവളെ കൊണ്ടാക്കിയിട്ട് ഞാൻ മടങ്ങി വന്നു. ആ സമയത്ത് ചില ദൈവദാസന്മാരെ ഈ കുറാളി പട്ടണത്തില് കടന്നു വരുവാനിടയായി. ഞാൻ ആ ദൈവദാസന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഉണ്ടാക്കുവാനിടയായി. ദേശത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ചെറിയ
മൂന്നാല് ദൈവദാസന്മാരെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ ഒരു പ്രാർത്ഥന ആരംഭിക്കുവാനിടയായി. അങ്ങനെ ഒരു ദിവസം ഹല്ലേലൂയ ദേശത്ത് ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ നാവ് ഹല്ലേലൂയ കുഴഞ്ഞ് ഹല്ലേലൂയ നാവ് അനക്കുവാൻ കഴിയാതെ സംസാരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അന്ന് കൂടെ ഇരുന്ന ദൈവദാസന്മാര് വളരെ ഭാരപ്പെട്ടു. അവരൊക്കെ പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാം, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് നോക്കാം എന്താ കാരണമെന്ന് നമുക്ക് ഹല്ലേലൂയ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഹല്ലേലൂയ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു, വേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അന്ന് ആ ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പിന്നെയും പ്രാർത്ഥിക്കുവാനിടയായി. ചില മണിക്കൂറുകൾക്ക് ശേഷം കർത്താവിന്റെ സംസാര ശേഷിയെ ഹല്ലേലൂയ തിരികെ തരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഹല്ലേലൂയ, ഈ കുറാളി പട്ടണത്തിൽ ഹല്ലേലൂയ ഒത്തിരി പ്രതികൂലങ്ങളുടെ മധ്യത്തില്, പ്രതിസന്ധികളുടെ മധ്യത്തില്, ഒത്തിരി കഷ്ടങ്ങളുടെ മധ്യത്തില് ഹല്ലേലൂയ ദേശത്ത് ഞങ്ങൾക്ക് ദൈവവേല ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആ പ്രതിസന്ധികളില് ഹല്ലേലൂയ ഞങ്ങൾ പിടിച്ചു നിന്നത് കാരണം ഹല്ലേലൂയ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല, എന്നാൽ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് ഈ ദേശത്ത് ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തത്. പല പ്രാവശ്യം ഈ ദേശത്തു നിന്ന് മടങ്ങിപ്പോകുവാനായിട്ട് ഞങ്ങൾ ഹല്ലേലൂയ തീരുമാനമെടുത്തു. പല പ്രാവശ്യം ഇപ്രകാരം ചിന്തിച്ചു, ഇവിടെ ഇനി ഹല്ലേലൂയ വർക്ക് വേണ്ട, മടങ്ങിപ്പോകാമെന്ന് ചിന്തിച്ചതായ സമയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു ശബ്ദം അന്ന് ഹല്ലേലൂയ ഇപ്പോഴും ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഹല്ലേലൂയ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത്, ദൈവമാണ് എന്നെ ഈ ദേശത്ത് ദൈവവേലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ് ഹല്ലേലൂയ നാട്ടിലായിരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ അവര് പല ദൈവദാസന്മാര് മുഖാന്തരം അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്, നീ അവിടെ ഹല്ലേലൂയ നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾ മടങ്ങി നാട്ടിൽ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ച് കേരളത്തിൽ സുവിശേഷ വേല ചെയ്യണമെന്ന് പല പ്രാവശ്യം പറയുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ ഞാൻ ഇപ്രകാരം പറയുവാനിടയായി, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ മകനെ കൊടുക്കുവാനിടയായി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മകനിൽ യാതൊരു അവകാശവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ദൈവമാണ്, ദൈവം എന്താണോ പറയുന്നത് അതാണ് ഹല്ലേലൂയ ചെയ്യേണ്ടത് എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഞാൻ ആദ്യമായി ഇറങ്ങിത്തിരിച്ചു. എങ്കിലും ഹല്ലേലൂയ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ രണ്ടാമത്തെ സഹോദരനും ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ എന്റെ രണ്ടാമത്തെ സഹോദരനും ഹല്ലേലൂയ ഇപ്പോൾ കുടുംബമായിട്ട് അമൃത്സറിന്റെ ദേശത്ത് സുവിശേഷ വേലയുടെ മുഖത്തായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഹല്ലേലൂയ ആരും നമ്മെ സഹായിക്കുവാൻ, ആരും നമ്മെ ഹല്ലേലൂയ നമ്മെ ഒന്ന് കരം പിടിച്ച് വഴി നടത്തുവാൻ ഇല്ലാത്ത അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. നമ്മുടെ മാതാപിതാക്കൾ പോലും നമുക്ക് വിരോധമായിട്ട് കടന്നു വന്നേക്കാം. എങ്കിലും ഹല്ലേലൂയ നമ്മെ കരം പിടിച്ച് നമ്മെ വഴി നടത്തുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ദൈവം നമ്മെ ഹല്ലേലൂയ ഒരു ദർശനം നൽകിയെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മെ ഒരു ദൈവ ശബ്ദം കേൾപ്പിച്ചു എങ്കിൽ അത് അതിന്റെ സമാപ്തിയില് കൊണ്ടു ചെന്ന് എത്തിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ഈ ദേശത്ത് ഞങ്ങൾ സുവിശേഷ വേല ആയിരിക്കുമ്പോൾ ഏകദേശം 45-ലധികം പേരെ ഹല്ലേലൂയ നേടുവാൻ കർത്താവ് കൃപ ചെയ്തു. വിവിധ ഭാഷക്കാരെ ഹല്ലേലൂയ അനേക നേപ്പാളികൾ കടന്നു വരുവാനിടയായി. അനേക യിൽ നിന്നുള്ള സഹോദരങ്ങൾ കടന്നു വരുവാനിടയായി. ഈ പഞ്ചാബിൽ നിന്നുള്ള അനേക സഹോദരങ്ങൾ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടി വരുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥനയില് ആരാധന ഞങ്ങൾ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കും. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
എന്നാൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അത് കാരണം അല്ലല്ലോ ഞങ്ങൾക്ക് വളരെ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അല്ലല്ലോ അങ്ങനെ ആയിരിക്കുമ്പോൾ അല്ലല്ലോ ഞങ്ങളുടെ മൂത്ത മകന് അല്ലല്ലോ പെട്ടെന്ന് ഒരു അസുഖം കടന്നു വന്നു. അല്ലല്ലോ ഏകദേശം 4-5 ദിവസത്തോളം അല്ലല്ലോ കണ്ണു തുറക്കാതെ അല്ലല്ലോ അവന്റെ പ്ലേറ്റ് കൗണ്ടിങ് കുറഞ്ഞിട്ട് അല്ലല്ലോ ചണ്ഡീഗഡ് അല്ലല്ലോ PGI എന്ന് പറയുന്ന ഹോസ്പിറ്റല് അവനെ അഡ്മിറ്റ് ആക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് വൈഫ് ഇളയ കുഞ്ഞും അല്ലല്ലോ ഒറ്റയ്ക്ക് ഭവനത്തിലും ഞാനും എന്റെ മൂത്ത പൈതലും ഹോസ്പിറ്റലിലുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലല്ലോ അന്ന് ഒറ്റയ്ക്ക് അല്ലല്ലോ ഒത്തിരി ടെസ്റ്റ് അവനെ ചെയ്യുവാനിടയായി. ഓരോ ദിവസവും അവന്റെ കൗണ്ടിങ് കുറഞ്ഞു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ അവിടെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ തൊട്ടടുത്ത് കിടന്ന അനേക കുഞ്ഞുങ്ങളെ മരിച്ച് ഹല്ലേലൂയ കൊണ്ടുപോകുന്ന കാഴ്ച എനിക്ക് കാണുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ പല ഹല്ലേലൂയ കഷ്ടതകൾ അന്ന് ജീവിതത്തിൽ കടന്നു വന്നു. അവിടെ ഒന്ന് അഡ്മിറ്റ് ആക്കുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ഒരു 750 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ വളരെ കഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെയും എന്റെ കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ആ ഹോസ്പിറ്റലിനകത്തും ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഒരു മാതാവായിട്ട് ആ ഹോസ്പിറ്റലിനകത്ത് ഒരു ദൈവദാസിയെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. അന്ന് ഹല്ലേലൂയ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു. എന്നാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഹല്ലേലൂയ ഞങ്ങൾ പൈതലുമായി മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവ് ഞങ്ങളുടെ കരത്തില് ഹല്ലേലൂയ തിരിച്ചു ഭവനത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു സാമ്പത്തിക നന്മ കൂടെ ഞങ്ങൾക്ക് ദൈവം നൽകുവാനിടയായി. മരണത്തെ മുഖാമുഖമായി പൈതൽ കണ്ടു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും പ്രൈസ് ദി ലോർഡ് ദൈവം ഹല്ലേലൂയ ആ ഹോസ്പിറ്റലിനകത്ത് ഇറങ്ങി വന്ന് പൈതലിനെ രക്ഷിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ എന്റെ ഉദ്ദേശം ഹല്ലേലൂയ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വിളിച്ചു എങ്കിൽ അന്ത്യത്തോളം നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ സാമ്പത്തികമായി വളരെ ഞങ്ങൾ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടി. എന്നാൽ ഹല്ലേലൂയ അവിടെ എല്ലാം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് പൈതൽ ഹോസ്പിറ്റലിൽ കടന്നു വന്നതിന് ശേഷം പൈതലുമായി ഞങ്ങൾ നാട്ടിൽ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു ദൈവദാസൻ ഞങ്ങളെ കാണുവാനായി കടന്നു വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെ 3 പേരിൽ ഒരാളെ തകർത്തു കളയുവാനായിട്ട് ഹല്ലേലൂയ പിശാച് പദ്ധതി ഒരുക്കി. പക്ഷേ ഹല്ലേലൂയ ആ വ്യക്തിയുടെ പേര് സഹിതം ഹല്ലേലൂയ പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന വ്യക്തിയെ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ പേര് മനോജ് എന്നാണ്, അദ്ദേഹത്തെ അറിയാമോന്ന് ചോദിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, അദ്ദേഹം ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിന്റെ തൊട്ട് മേളിലത്തെ നിലയിൽ പാർക്കുന്ന ഒരു പൂജാരിയായിരുന്നു. അതേ മന്ത്രവാദങ്ങളും പൂജാ കർമ്മങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ മകനെ അന്ന് ഹല്ലേലൂയ തകർത്തു കളയുവാൻ അദ്ദേഹത്തിന്റെ മകന്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് അവന് ഹല്ലേലൂയ നിർബന്ധിച്ച് ആഹാരം കൊടുത്ത് അന്ന് വിട്ടു. അതിനുശേഷമാണ് അവന്റെ ജീവിതത്തിൽ ഈ അസ്വസ്ഥത കടന്നു വരുവാനിടയായി തീർന്നത്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഈ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഹല്ലേലൂയ കർത്താവ് മരണത്തിനേൽപ്പിക്കാതെ കർത്താവ് ജീവനോടെ അവന് നൽകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഭവനം ഞങ്ങൾക്ക് മാറേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ ഭവനം മാറുന്നതിന് മുൻപ് ഇപ്രകാരം ഒരു സംഭവം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ആ ഭവനത്തില് ഹല്ലേലൂയ വെറും 1000 രൂപയാണ് ഞങ്ങൾക്ക് വാടക കൊടുക്കേണ്ടത്. പക്ഷേ ഹല്ലേലൂയ ഓരോ മാസവും ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു മലയാളി കുടുംബം, ഹിന്ദു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ ആ സഹോദരന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വാടക 1000 രൂപ വാങ്ങി ഞങ്ങൾ കൊടുക്കുന്നത്, ഞങ്ങളുടെ വീട്ടുടമസ്ഥന് കൊടുത്തുകൊണ്ടിരുന്നത്. ഒത്തിരി നാളുകൾ, ഒത്തിരി വർഷങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ എന്റെ ഭാര്യയോട് പ്രകാരം പറഞ്ഞു, നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വാടക പൈസ മേടിച്ച് കൊടുക്കുന്നു, നമ്മൾ തിരികെ കൊടുക്കുന്നു. എന്നാൽ നമുക്കൊരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഇനി അല്ലെങ്കിൽ യാതൊരു കാരണവശാലും അല്ലെങ്കിൽ നമ്മൾ കടം മേടിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാമെന്ന് അല്ലെങ്കിൽ നിർണയിച്ചു. ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങൾ കരം കോർത്തു പിടിച്ച്
ഞങ്ങൾ അവിടെ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, വരുന്ന മാസം മുതല് ഞങ്ങൾ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും 5 പൈസയും ഞങ്ങൾ കടം മേടിക്കത്തില്ല. ഞങ്ങൾക്ക് വാടകയ്ക്ക് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും എന്റെ കർത്താവ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോൾ ആ ഭവനം മാറേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ദേശത്ത് ഇറങ്ങി ഭവനം അന്വേഷിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭവനം ലഭിച്ചില്ല. എന്നാൽ ഒരു ഭവനം ഞങ്ങൾക്ക് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു ഭവനം കണ്ടു. ആ ഭവനം കടന്നു ചെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 5000 രൂപ വാടക ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. 1000 രൂപ വാടക കൊടുക്കുവാനില്ലാത്ത സ്ഥലത്ത് 5000 രൂപ എങ്ങനെ കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് ഭാര്യയുമായി മടങ്ങി വന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവ് എന്താ ചെയ്യേണ്ടത്? അന്ന് വൈഫ് ഇപ്രകാരം ഒരു ദർശനം കാണുവാനിടയായി. 5000 രൂപ ഹല്ലേലൂയ എണ്ണി കൊടുക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. പിറ്റേ ദിവസം വിശ്വാസത്തോടെ കടന്നു ചെന്ന് ഹല്ലേലൂയ ആ ഭവനത്തിന് വാക്ക് കൊടുക്കുവാനിടയായി. പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ ആരുടെ കയ്യിൽ നിന്നും 5 പൈസയും കടം മേടിക്കുവാനായിട്ട് അനുവദിച്ചിട്ടില്ല. പലപ്പോഴും ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഗ്യാസ് സിലിണ്ടർ തീരുമ്പോൾ ആ സിലിണ്ടറിൽ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങളുടെ കരത്തിൽ പൈസ ഇല്ല, ഞങ്ങളുടെ കരത്തിൽ പൈസ വരുന്നത് വരെ ഈ സിലിണ്ടർ ഗ്യാസ് തീരരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മാസങ്ങളോളം ഹല്ലേലൂയ ഞങ്ങളെ സിലിണ്ടർ ഉപയോഗിക്കുവാൻ കൃപ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവദാസന്മാരെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം ഞങ്ങളെ അയക്കും. ഹല്ലേലൂയ. ഞങ്ങൾ ചോദിക്കാതെ തന്നെ അവര് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക നന്മ തന്നിട്ട് പോകും. ആ പൈസ കൊണ്ട് ഞങ്ങൾ സിലിണ്ടർ ഞങ്ങൾ മേടിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ആ ഭവനം മാറി മറ്റു ഭവനത്തിൽ കടന്നു ചെന്നു. ചില മാസങ്ങൾ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ചിക്കൻ പോക്സിനാല് ഞങ്ങൾ പിടിപെട്ടു. ഞങ്ങൾ ചിക്കൻ പോക്സ് വന്ന് ആദ്യം മൂത്ത മകനാണ് വന്നത്. അവൻ സ്കൂളിൽ കടന്നുപോയിട്ട് വന്നപ്പോൾ അവൻ ചെറിയ പനിയാലും ചിക്കൻ പോക്സിനാലും കടന്നു വന്നു. അവനെ ശുശ്രൂഷിച്ചു. അടുത്ത് ഇളയവന് വന്നു. അത് കഴിഞ്ഞിട്ട് റീത്തയ്ക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. വൈഫിന് വന്നു. 3 പേരെയും ഞാൻ ശുശ്രൂഷിക്കുവാൻ ഇടയായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് എനിക്കും ചിക്കൻ പോക്സിനാൽ പിടിപെട്ടു. ഞങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസികൾ കടന്നു വരും, അവര് ദൂരെ മാറി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അന്ന് ലാസ്റ്റില് എനിക്കാണ് വന്നത്. എന്റെ ശരീരം മുഴുവനും പൊട്ടി ഒഴുകുവാനിടയായി. എന്റെ തലയിൽ പുണ്ണുണ്ടായി. അത് ഹല്ലേലൂയ അത് പൊട്ടി അത് ഒഴുകുവാനിടയായി. ആർക്കും അടുത്തുപോലും വരുവാൻ പറ്റാത്ത സാഹചര്യ അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഭയങ്കര സ്മെല്ല് എന്റെ ശരീരത്തിൽ നിന്ന് ഇളകുവാൻ ഇടയായി. അന്ന് ഞാൻ എന്റെ വൈഫിനെ വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു, ചിലപ്പോൾ എന്റെ ശുശ്രൂഷ ഇവിടെ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി തുടർന്നുള്ള ശുശ്രൂഷ നീ ചെയ്യണമെന്ന് പറയുവാനിടയായി. എന്നാലും കർത്താവ് കൈവിട്ടില്ല. കർത്താവ് പരിപൂർണമായി സൗഖ്യമാക്കി തീർക്കുവാനിടയായി തീർന്നു. അങ്ങനെ അനവധി കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വന്നു, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, മരണത്തിൻ്റെതാകുന്ന അനേക അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും കർത്താവ് ഇന്നുവരെയും ഞങ്ങൾ മരിച്ചു കാണുവാൻ, ഞങ്ങൾ ഈ ദേശത്തു നിന്ന് തകർത്ത് കളയുവാൻ, ഓട്ടിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കിയ പലരും ഇന്ന് ഈ ദേശത്ത് ഇല്ലാതിരിക്കുമ്പോൾ ഈ ദേശത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തു. ആ കർത്താവ് ഈ ദേശത്ത് ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടി അല്പസ്ഥലം വാങ്ങുവാനും അതിനുള്ള ആലയത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, കർത്താവ് നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ കൈവിടുകയില്ല.
അവൻ ഉപേക്ഷിക്കയില്ല. അന്ത്യത്തോളം, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തതായ ആ ദൈവം നമ്മെ അന്ത്യം വരെയും വഴി നടത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് ഹല്ലേലൂയ ഒരല്പ സ്ഥലം വാങ്ങുവാനും അതിൻ്റെതാകുന്ന ആലയത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള ഹല്ലേലൂയ അതിൻ്റെതാകുന്ന ആക്കുവാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിരിക്കുന്നു. പ്രത്യേകാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും കർത്താവ് നമ്മെ കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നാലും ഹല്ലേലൂയ, നാം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ യേശു നമ്മെ വിളിച്ചതിൻ്റെതാകുന്ന ആ വിളിയും ഉദ്ദേശവും അല്ലെങ്കിൽ നാം മനസ്സിലാക്കി നാം ആ സ്ഥലത്ത് നിൽക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ അവൻ നമ്മെ മാനിച്ച് ഉയർത്തുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വന്നേക്കാം. നാം ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ നാം ഹല്ലേലൂയ തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെട്ടേക്കാം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മെ നോർത്ത് ഇന്ത്യയിലേക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റിലേക്കായിരിക്കും ദൈവം നമ്മെ ഹല്ലേലൂയ ഇറക്കിയത്. പ്രൈസ് ദി ലോർഡ്. വിളിച്ച് ആക്കിയത്. പക്ഷേ കഷ്ടത വരുമ്പോൾ നാം മടങ്ങിപ്പോകുവാൻ ഒരിക്കലും നാം ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മടങ്ങിപ്പോകുവാൻ ചിന്തിച്ചാൽ ഇസ്രായേൽ ജനം ഹല്ലേലൂയ ഹല്ലേലൂയ മടങ്ങി വന്ന മിസ്രൈമിലേക്ക് അവർ പലപ്പോഴും മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. കാരണം അവിടെ അവർക്ക് യാതൊരു കഷ്ടതയും ഇല്ല. അവർക്ക് വേണ്ടവണ്ണ ഭക്ഷിപ്പാൻ ആഹാരം, ഇച്ചിര ജോലി ഭാരമേ ഉള്ളൂ. എങ്കിലും അവർക്ക് അവിടെ വേണ്ടുന്നതൊക്കെയും അവർക്ക് ഉണ്ട് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ നാം ഹല്ലേലൂയ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് നമ്മെ ആക്കിയ സ്ഥാനത്ത് പലവിധമാകുന്ന കഷ്ടതകൾ, പ്രതികൂലങ്ങൾ, പട്ടിണിയുടെ അവസ്ഥകൾ, ആഹാരമില്ലാത്ത അവസ്ഥകൾ, ഹല്ലേലൂയ നല്ലൊരു വസ്ത്രം മാറി ഉടുക്കുവാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുവാനില്ലാത്ത അവസ്ഥകൾ കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. കൂട്ട സഹോദരങ്ങൾ ചിലപ്പോൾ നമ്മെ നോക്കി പറഞ്ഞേക്കാം, നീ അവിടെ നിന്ന് മാറിപ്പോ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നുപോ, ഹല്ലേലൂയ അവിടെ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് നമ്മെക്കുറിച്ച് ചിന്തിച്ചേക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവ ശബ്ദം കേട്ടാണ് നാം ആ ദേശത്തായിരിക്കുന്നു എങ്കിൽ ആ ദേശത്ത് ദൈവം നമ്മെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ഹല്ലേലൂയ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ വേലയാണ് നാം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഹല്ലേലൂയ ദൈവം നമ്മെ വഴി നടത്തുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കയില്ല. അന്ത്യത്തോളം നമ്മെ നിർത്തുവാൻ നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് ഞങ്ങളെ കുടുംബമായി 4 പേരെയും ഈ ദേശത്ത് നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അനവധി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നു. വൈഫിന്റെ ജീവിതത്തിലാകട്ടെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാകട്ടെ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കടന്നു വന്നു. എങ്കിലും ഹല്ലേലൂയ കർത്താവ് ഇന്നുവരെയും ഞങ്ങളെ ഹല്ലേലൂയ ക്ഷേമത്തോടെ ഹല്ലേലൂയ നിലനിർത്തിയിരിക്കുന്നു. ദൈവമായ കർത്താവ് ഹല്ലേലൂയ ഈ സാക്ഷ്യവാചകങ്ങളിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തില് ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ സമയം ഞാൻ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി സമയം ക്രമീകരിച്ചു തന്ന ഈ വചനദീപ്തിയുടെ പ്രിയ ദൈവദാസിക്കും അല്ലെങ്കിൽ എന്റെ പിന്നിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്ററെ. സ്തോത്രം. ഒരു ജീവിതത്തിന്റെ ഒരു കഥ ഇത്രമാത്രം കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരു ദേശത്ത് തന്നെ ഞാന് ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഈ കുറാളി പട്ടണത്തിൽ തന്നെ പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ നൽകി. ഇന്നും അവിടെ തന്നെ നിൽക്കുവാൻ, അവിടെ അവൻ തരത്തില്ല എന്ന് വാതുകെട്ടിയ പിശാചിനോട് അവൻ യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ച് അവൻ ദൈവകൃപയിൽ ഇന്ന് കർത്താവിന് വേണ്ടി
ആമേൻ അനേക കുടുംബങ്ങളെ നേടുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രികാലം ഇതാണ് ജീവിക്കുന്ന സാക്ഷ്യം. നമ്മൾ പ്രതികൂലം വരുമ്പോൾ പിന്മാറി അടുത്തടുത്തേക്ക് പോകാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ കർത്താവിന്റെ വാക്കിന് ആമേൻ വല ഇറക്കിയ ആ ഷീമോന്റെ പടക് നിറയുവാനിടയായി, വല കീറാറാകുവോളം മീൻ പിടിപ്പാനിടയായി, മറ്റ് പടകുകൾ കൂടി മാടി വിളിച്ചു കൊടുക്കുവാൻ ഇടയാക്കിയതുപോലെ ഖുറാലി പട്ടണത്തിൽ ഈ ദിവസകാലങ്ങളിൽ ദൈവം ഇനിയും മാനിക്കും. ഹല്ലേലൂയ. തുടക്കത്തെ ഹല്ലേലൂയ തുച്ഛീകരിക്കുന്നവർക്ക് മുൻപിൽ ഒടുക്കമെന്തെന്നറിയാത്ത ആളുകളുടെ നടുവിൽ ഹല്ലേലൂയ നമ്മുടെ തുടക്കം വളരെ ലളിതമെങ്കിലും ദൈവാത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ഒരു പത്രോസിന്റെ പടകിനെ നിറച്ച ദൈവം നിങ്ങളുടെ ദൈവസഭയെ ഇനിയും വളർത്തും. മാത്രമല്ല അവിടെ ഹോള് ആമേൻ എന്നെ ദൈവാത്മാവ് വ്യക്തമായിട്ട് കാണിക്കുന്നു. വലിയ ഹോള് കൂട്ടത്തോടെ ജനത്തെ കൂട്ടി വരുത്തും. ആമേൻ ശുഷ്കിച്ച ഒരു അനുഭവമല്ല. ആമേൻ വലിയ വളർച്ചയുടെ പടികൾ ഇനിയും ചവിട്ടിക്കയറുവാൻ ഇരിക്കുകയാണ്. ഈ കാലങ്ങളിൽ അത് അവിടെ വളർച്ചയുടെ സമയമാണ്. ആകയാൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഞങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ അനുഗ്രഹീതമായ സാക്ഷ്യം കേട്ടല്ലോ. ഒരു ചെറുപ്പക്കാരൻ കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു. ആരുമില്ലാത്ത അവസ്ഥയിൽ ഇരുവശവും തളർന്ന് പനി പിടിച്ച് ഒരാശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ലാതെ ആയിരുന്ന സമയത്ത് നല്ല വൈദ്യനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിടുതലേറ്റെടുത്ത് ഇതാണ് ജീവിത സാക്ഷ്യം, ഇതാണ് അനുഭവം എന്ന് പറയുന്നത്. ആരുമില്ലാത്ത അവസ്ഥയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തട്ടെ. അവന്റെ കൃപ ധാരാളമായി ചൊരിയട്ടെ. കർത്താവിന്റെ ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അധികമായി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ അനുഗ്രഹിത കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്ര നാളും കർത്താവെ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അങ്ങയുടെ വാക്കിനെ അനുസരിച്ച് അവിടുത്തെ വേല ചെയ്യുവാൻ ഇടയാക്കിയല്ലോ. തുടർന്നും അപ്പന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് കുടുംബത്തെ ഉപയോഗിക്കണമേ കർത്താവേ. ഭൂമിയും ഭൂമണ്ഡലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. കർത്താവെ, അങ്ങയുടെ പടകായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു തരുമ്പോൾ അങ്ങ് അടിയങ്ങളിൽ കൂടി വലിയവ ചെയ്യിക്കുന്ന ദൈവമാ. ഇന്ന് ഈ രാത്രി വേളയെങ്കിൽ ഞങ്ങളുടെ അഭിഷിക്ത വൃത്തിനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കണമേ. പ്രത്യേകമായി കർത്താവെ, ഹോള് പണിക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും എന്റെ സ്വർഗത്തിലെ ദൈവം ചെയ്യണമേ. സ്വർഗീയ കലവറയെ തുറക്കണമേ. സ്വർഗീയ ഭണ്ഡാരത്തെ തുറക്കണമേ. കർത്താവെ, വേണ്ടുവോളം ഈ ദിവസങ്ങളിൽ ആലയം പണിക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളെയും സ്വർഗത്തിലെ ദൈവം ചെയ്തു കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭണ്ഡാരത്തിൽ സകലതുമുണ്ടല്ലോ, ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ടല്ലോ. ആകയാൽ നൽകി തരുവാൻ കഴിവുള്ള ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വൃത്തിനെ കുടുംബമായിട്ട് സമർപ്പിക്കട്ടെ. ശക്തമായിട്ട് ഈ ദിവസങ്ങൾ ഉപയോഗിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. തുടർന്നും കർത്താവ് സഹായിച്ചാട്ടെ. നന്മകളാൽ നിറച്ചനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ഞങ്ങളോട് ഇത്രത്തോളം സമയം ചിലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട്. അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം ഇടയാക്കി. തുടർന്നും കർത്താവ് അനേക നന്മകളാൽ നിറച്ചനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.